മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചരിത്ര ബോധം വളർത്തിയെടുക്കുവാനും സഭയുടെ കൂടെ നിന്ന ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുവാനും നമ്മുടെ സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്തവരെ മനസ്സിലാക്കുവാനും അങ്ങനെ സഭയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ വർത്തമാന പുസ്തകം നമ്മുടെ പഠന വിധേയമാക്കുക. നമുക്കൊരു നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായിട്ട് തമ്പുരാൻ്റെ വലിയ കൃപ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ സഭയുടെ പഴയ ചരിത്രങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ഓരോ യാത്രയിലും എങ്ങനെയാണ് തമ്പുരാൻ അവരെ വഴി നടത്തിയത് എന്ന് മനസ്സിലാക്കാനാണ് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവകൃപയെ നമുക്ക് പ്രത്യേകമായിട്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ലവനായ ഈശോയെ, വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠന ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നു. നാളിതുവരെയുള്ള അങ്ങയുടെ സ്നേഹം, കരുതൽ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ കൃപകൾ നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, നിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയണമേ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചു സമൃദ്ധമായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബുദ്ധിയെ ശക്തിപ്പെടുത്തുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. ജപമാലയുടെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ പാഠങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ പഠിച്ച് സഭയെ സ്നേഹിച്ച് ഈശോയിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുവാനുള്ള പ്രത്യേകമായ മാധ്യസ്ഥം അമ്മേ മാതാവേ ഞങ്ങൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ അമ്മയായ മാതാവിൻ്റെ അപേക്ഷയാൽ ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ ക്ലാസ് നടത്തുന്നവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഈ ക്ലാസ് കേൾക്കുന്നവരെയും ഈ ക്ലാസ് എത്രമാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്നു അവരെല്ലാം ഈശോയെ നിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ 22-ാം പാഠമാണ് പഠിക്കുക. പേജ് നമ്പർ 134 മുതൽ 139 വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ 22-ാം പാഠം ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വർത്തമാന പുസ്തകത്തിലെ 22-ാം പാഠത്തെ ആസ്പദമാക്കി തരങ്ങൻപാടിയിൽ നിന്നും പുറപ്പെട്ട ശേഷമുള്ള യാത്രയും മൈലാപ്പൂരിലെ അനുഭവങ്ങളും 5 പ്രധാന ആശയങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ്. തരങ്ങമ്പാടി മുതൽ മൈലാപ്പൂർ വരെ, അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രധാന ഇതിവൃത്തം. ഒന്നാമത്തെ കാര്യം, ദുസ്സഹമായ യാത്രയും പല്ലക്ക് യാത്രയും. തരങ്ങൻപാടിയിൽ നിന്നും പുറപ്പെട്ട സംഘം കഠിനമായ വെയിൽ മൂലം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കാൽനട യാത്ര അപകടകരമാണെന്ന് മനസ്സിലാക്കിയ മൽപ്പാനും സംഘവും പിന്നെ മുന്നോട്ട് യാത്ര ചെയ്ത് 2 പല്ലക്കുകളിലായിട്ടാണ് ചിന്നപട്ടണത്തേക്ക് യാത്ര പുറപ്പെട്ടത്. യാത്രാമധ്യേ കൂടല്ലൂരിലെ ഗവർണറെ സന്ദർശിക്കുകയും യുദ്ധമേഖലയിലൂടെ സുരക്ഷിതമായി കടന്നു പോകുവാൻ ആവശ്യമായ അനുമതി പത്രം കൈക്കലാക്കുകയും ചെയ്തു. ഇവിടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യുദ്ധക്കളത്തിലൂടെയുള്ള യാത്രയാണ്. പുതുച്ചേരി കോട്ട ഇംഗ്ലീഷുകാർ വളഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അത്. 100,000-ലധികം പടയാളികൾ തമ്പടിച്ചിരുന്ന ഇംഗ്ലീഷ് പാളയത്തിലൂടെയാണ് ഈ സംഘം കടന്നുപോയത്.
കോട്ട തകർക്കാനായി വലിയ തോക്കുകൾ മുഴങ്ങുന്നതും പടയാളികളുടെ സന്നാഹങ്ങളും അവർ നേരിൽ കണ്ടു. ഗവർണറുടെ അനുമതിപത്രം കയ്യിലുണ്ടായിരുന്നതിനാൽ തടസ്സങ്ങളില്ലാതെ അവർക്ക് ആ പ്രദേശം പിന്നിടാനായിട്ടായി. മൂന്നാമത്തെ ആശയമെന്ന് പറയുന്നത് ശത്രുക്കളുടെ ഇടപെടലും യോഹന്നാൻ പാതിരിയും. കർമ്മലിത്താക്കാരനായ യോഹന്നാൻ പാതിരി തങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഭയന്ന് സംഘം വഴിമാറി സഞ്ചരിച്ചെങ്കിലും യാദൃച്ഛികമായി അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കേരളത്തിൽ നിന്നുള്ള യാത്ര അബദ്ധമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ പരിഹസിച്ചു. വരാപ്പുഴ മെത്രാനും പാതിരിമാരും അയച്ച തെറ്റായ റിപ്പോർട്ടുകൾ മൈലാപ്പൂർ മെത്രാനെ അറിയിക്കാനാണ് അദ്ദേഹം പോയതെന്ന് സംഘം സംശയിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള യാത്ര അബദ്ധമാണ് എന്ന് അവർ പരിഹസിക്കുന്നതിൻ്റെ കാരണം അതാണ്. നാലാമത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് മൈലാപ്പൂർ മെത്രാൻ്റെ ഭാവപകർച്ചയാണ്. മുമ്പ് മൽപ്പാനെ വലിയ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന മൈലാപ്പൂർ മെത്രാൻ ഇത്തവണ കർമ്മലിത്താക്കാരുടെ കുത്തിത്തിരിപ്പുകൾ മൂലം പാടെ മാറിപ്പോയിരുന്നു. മലയാളത്തിലെ പള്ളികളൊക്കെയും കലക്കുന്നവർ ഇതാ വരുന്നു എന്ന് പരുഷമായി സംസാരിച്ച അദ്ദേഹം മൽപ്പാന് കൈമുത്താൻ പോലും അനുവാദം നൽകിയില്ല. മൽപ്പാൻ കർമ്മലിത്താക്കാരെ പുറത്താക്കാൻ പോകുകയാണെന്ന തെറ്റായ ധാരണ മെത്രാനിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അഞ്ചാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് കർമ്മലിത്താക്കാരുടെ സഭാവിരുദ്ധ നിലപാടുകളാണ്. മെത്രാൻ്റെ അധികാരത്തെ അവഗണിച്ച് കോവളത്ത് പള്ളി പണിയുകയും മെത്രാൻ മഹറോൻ ചൊല്ലിയിട്ടും അത് വകവയ്ക്കാതെ ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ അവിടെ തുടരുകയും ചെയ്ത ആഞ്ചലോസ് പാതിരിയുടെയും കൂട്ടരുടെയും ചരിത്രം തോമാ കത്തനാർ ഇവിടെ വിവരിക്കുന്നു. സന്യാസവേഷം കെട്ടി വിശ്വാസികളെ വഴിതെറ്റിക്കുന്നവരാണ് ഇവരെന്നും ദൈവം തങ്ങളെ ഈ കെണിയിൽ നിന്നും രക്ഷിക്കുമെന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ 22-ാമത്തെ പാദത്തിൽ കേട്ടതും ഹൃദ്യസ്ഥമാക്കിയതും. വളരെ വിശദമായി 133 മുതൽ 139 വരെയുള്ള പേജുകളിലായിട്ട് വർത്തമാന പുസ്തകത്തിൽ ഈ പാദത്തെ 22-ാം പാദത്തെ വളരെ വിശദമായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം ആ ഒരു ഭാഗം കൂടി ഒന്ന് നമ്മൾ വായിച്ചു നോക്കണം. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: നമുക്കിതിന് വരുന്ന ചോദ്യോത്തരങ്ങൾ പലതവണ ആവർത്തി കേൾക്കുക. അപ്പോൾ ആ ചോദ്യോത്തരങ്ങൾ കേട്ടതിന് ശേഷം ഒരുപക്ഷെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ചോദ്യോത്തരങ്ങൾ വന്നിരിക്കുക. ചിലപ്പോൾ ക്ലാസ്സിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂട്ടി ചോദ്യോത്തരങ്ങൾ കാണും. അപ്പോൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ആവർത്തിച്ച് ചോദ്യത്തിലേക്ക് നമ്മൾ വരികയല്ല ചെയ്യുക. ചില കാര്യങ്ങൾ, ഡേറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിന് സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അത് ചോദ്യോത്തരം എന്ന രീതിയിൽ കൂടി നമ്മൾ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ചിലർ പാഠപുസ്തകം മാത്രം ആ ഭാഗം മുഴുവനും ഓടിച്ചു വിട്ടിട്ട് അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ മാത്രം കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ ചെയ്താൽ പോരാ. പാഠത്തിൻ്റെ അകത്ത് കിട്ടുന്ന ചില അറിവുകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദ്യോത്തരം കൂടെ വരുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ, അതായത് ചോദ്യോത്തരങ്ങൾ പഠിക്കണം, ക്ലാസ്സുകൾ കേൾക്കണം, വർത്തമാന പുസ്തകം വായിക്കണം, ഈ 3 കാര്യം കൂടി ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ വർത്തമാന പുസ്തകത്തിൻ്റെ പഠനം പൂർണ്ണമാകുള്ളൂ എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. തരങ്ങൻപാടിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ കാൽനട യാത്ര ഉപേക്ഷിച്ച് പല്ലക്ക് ഉപയോഗിക്കാൻ കാരണമെന്ത്? കഠിനമായ വെയിൽ മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടും ഇംഗ്ലീഷ് പാളയത്തിലൂടെ പോകുമ്പോൾ വൈദികർക്ക് ലഭിക്കേണ്ട ബഹുമാനവും സുരക്ഷയും പരിഗണിച്ചു. ഗവർണറുടെ അടുക്കൽ നിന്നും മൽപ്പാൻ നേടിയെടുത്ത രേഖ എന്തായിരുന്നു? യുദ്ധമേഖലയിലൂടെ ഭയം കൂടാതെ കടന്നു പോകാനുള്ള അനുമതിപത്രം.
പുതുച്ചേരി കോട്ട ഉപരോധിച്ചിരുന്ന ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ ഏകദേശ കണക്ക് എത്രയായിരുന്നു? 1,00,000-ലധികം പടയാളികൾ. വഴിമത്തിയെ ചീരങ്കപട്ടണത്ത് വെച്ച് സംഘം ആരെയാണ് കണ്ടുമുട്ടിയത്? അവിടെയുള്ള ഗോവാക്കാരനായ പള്ളിവികാരിയെ. യാത്രാസംഘം വഴിമാറി സഞ്ചരിച്ചിട്ടും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ കർമ്മലുത്ത പാതിരി ആര്? യോഹന്നാൻ പാതിരി. യോഹന്നാൻ പാതിരി മൽപ്പാനോട് വഴിയിൽ വെച്ച് പറഞ്ഞ പരിഹാസ വാക്ക് എന്തായിരുന്നു? മലയാളത്തിൽ നിന്നും പുറപ്പെട്ടത് വേണ്ടിയില്ലായിരുന്നുവെന്നും അത് വലിയ അബദ്ധമായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. മൈലാപ്പൂർ മെത്രാനെ സംഘത്തിനെതിരെ തിരിക്കാൻ പ്രവർത്തിച്ചത് ആരെന്നാണ് തോമാ കത്തന സംശയിക്കുന്നത്? വരാപ്പുഴയിലെ മെത്രാനും പാതിരിമാരും. മൈലാപ്പൂർ മെത്രാൻ മൽപ്പാനെ കണ്ടപ്പോൾ ആദ്യം പ്രതികരിച്ചത് എപ്രകാരമാണ്? മലയാളത്തിലെ പള്ളികളൊക്കെയും കലക്കുന്നവൻ ഇതാ വരുന്നു, നിങ്ങൾ എന്തിനിവിടെ വന്നു എന്ന് പരുഷമായി ചോദിച്ചു. മൈലാപ്പൂർ മെത്രാൻ്റെ അധികാരത്തെ വെല്ലുവിളിച്ച് കോവളത്ത് പള്ളി പണിത പാതിരി ആര്? ആഞ്ചലോസ് പാതിരി. പിശാച് ലോകമാകെ വലവിരിച്ചിരിക്കുന്നതായി ദർശനമുണ്ടായ വിശുദ്ധനാര്? വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ. മൈലാപ്പൂർ മെത്രാൻ്റെ സെക്രട്ടറി ആരായിരുന്നു? അദ്ദേഹം സംഘത്തോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അന്തോണി ദെ സോയിസ്. അദ്ദേഹത്തിന് സംഘത്തോട് വലിയ സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു.